ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ലഞ്ച് ബോക്സൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കി അങ്ങ് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഫീദിനെ ഒരുക്കുന്നത് ഇക്കാണെന്ന്. അങ്ങനെ ഇക്ക അവനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അവനിക്ക് കാപ്പിയും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ എല്ലാവർക്കും സലാമൊക്കെ പറഞ്ഞ് വണ്ടി കയറാൻ വേണ്ടി പോയി. ചെന്ന് നിന്ന പാടെ തന്നെ സ്കൂൾ ബസ്സും വന്നു. അങ്ങനെ അവനെയും കയറ്റി വിട്ടു. ഇന്ന് അവനിക്ക് പേരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് അതിന് പോകാൻ വേണ്ടിയിട്ടല്ല, മുബീനാത്തായിട്ട് വേറൊരു ആവശ്യത്തിന് പോകാനാണ്. മുസമ്മിൽ ഇന്ന് താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് പാടെ അവനെയും റെഡിയാക്കി അത്യാവശ്യം ജോലികളൊക്കെ ഒതുക്കി ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഒരു 10-10:30 കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി. ഓട്ടോയിലാണ് പോകുന്നത്. വേറൊന്നിനും അല്ല, അൻവറിൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓട്ടോയിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് സ്റ്റെപ്പ് വഴി കയറി. രണ്ടാമത്തെ ഫ്ലോറിലെങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ലിഫ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ ഫ്ലോറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടി ലിഫ്റ്റിനകത്ത് കയറി. മുസമ്മിലിനാണെങ്കിൽ നല്ല പേടിയാണ് കേട്ടോ. അവനെ മാത്രം കുറ്റം പറയണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ ഒരു പേടിയായിരുന്നു. അവിടെ മൊത്തത്തിൽ ഒരുമാതിരിയിൽ ആളൊഴിഞ്ഞ സ്ഥലം കണക്ക്. അതുകൊണ്ട് അഥവാ എങ്ങാണ് അകത്ത് പെട്ടുപോയാൽ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അവൻ അതിനകത്ത് കയറി കരച്ചിലങ്ങ് തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇച്ചിരി നിർബന്ധമായിരുന്നു കേട്ടോ. ആൾക്കൊരു പേടി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അവൻ ലിഫ്റ്റിനകത്ത് കയറത്തേ ഇല്ലെന്നുള്ള വാശിയിൽ ഒരു മൂലയ്ക്ക് പോയി മാറിയിരിക്കുകയാണ്. പിന്നെ അവൻ്റെ വാശിക്ക് കീഴടങ്ങി ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് വഴി തന്നെ താഴേക്ക് ഇറങ്ങി. ഓട്ടോ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ തോനെ നേരം ഒന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിച്ച് ഇറങ്ങി. ഓട്ടോ ഡ്രൈവർക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് വേണം വേറെ ഏതോ ഒരു ഓട്ടത്തിന് പോകാൻ. അതുകൊണ്ട് വഴിയിലൊന്നും നിർത്തിയില്ല, എന്നെ വീട്ടിലും ആക്കിയില്ല. നേരെ മുബീനാത്താടം കാണേണ്ട കൊണ്ടാക്കിയത്. അപ്പോൾ അവരെ വീട്ടിനടുത്തുള്ളൊരു കടയിൽ കയറി ഞങ്ങൾ കുറച്ച് കോലി സോഡയൊക്കെ കുടിച്ച് മുസമ്മിലിന് മുട്ടായിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോയി. താങ്ക്